ഹലോ നമസ്കാരം. സന്തോഷ്. ഇറാൻ്റെ ന്യൂക്ലിയർ പ്രൊജക്റ്റ് ആണവ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കുവാൻ ഇറാൻ്റെ പരമാധികാരിയായിരുന്ന അലി ഹുസൈൻ അയത്തുള്ള ഖമേനിയുമായി അമേരിക്കയും ഇസ്രായേലും നടത്തിയ ചർച്ചകൾ വിഫലമായതോടെ 2026 ഫെബ്രുവരി അവസാന ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് അമേരിക്കൻ സൈനിക കമാൻഡേഴ്സിൻ്റെ ആക്രമണത്തിൻ്റെ പാറ്റേൺ വിവരങ്ങൾ CIA ഇസ്രായേൽ സൈനികർക്ക് നൽകുകയും ഇസ്രായേൽ സൈന്യം ഇറാനിലെ തെഹ്റാനിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പ്രസിഡൻഷ്യൽ കൊട്ടാരം തകർക്കുകയും 4.5 പതിറ്റാണ്ടുകാലം 45 വർഷത്തോളം അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ്, സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് മിഖായേൽ ഗോർബച്ചേവ്, ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ പരമാധികാരത്തിലെത്തിയ അലി ഹുസൈൻ അയത്തുള്ള ഖമേനി മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 86 വയസ്സ്. മകളും മരുമകനും പേരക്കുട്ടിയും കൊല്ലപ്പെട്ടവരിൽ സൈനിക കമാൻഡർ അടക്കം 48 പേർ കൊല്ലപ്പെട്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ്. ഡൊണാൾഡ് ജെ ട്രംപിന് നന്ദി പറഞ്ഞ് US-ലുള്ള ഇറാൻ വിമത നേതാവ് റസ് പഹ്ലവി. ഇറാൻ്റെ ഇടക്കാല പരമാധികാരം 3 അംഗങ്ങൾക്ക്. പ്രസിഡന്റായി മസൂദ് പെസഷ്കിയാനും ജുഡീഷ്യൽ തലവനായി ഗുലാം ഹുസൈൻ മുഹബന്നി എജ്ജി, ആത്മീയ നേതാവായി അലി റസ് അറാഫിയും. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി അടയ്ക്കുകയും ഇന്ത്യ, ചൈന രാജ്യങ്ങളിലേക്കുള്ള എണ്ണ നീക്കം തടസ്സപ്പെടുകയും 100ഓളം എണ്ണ കപ്പലുകൾ പേർഷ്യൻ ഉൾക്കടലിൽ. അമേരിക്ക B-2 ബോംബറുകൾ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രത്തിലേക്ക് പതിപ്പിക്കുകയും ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ എലിമെൻ്ററി സ്കൂളിലെ പെൺകുട്ടികളുടെ സ്കൂളിൽ മിസൈൽ വീഴുകയും 140ഓളം പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു. ഇറാൻ്റെ അതിർത്തി രാജ്യങ്ങളായ GCC കൺട്രികളിലേക്കും GCC കൺട്രികളിലെ US സൈനിക കേന്ദ്രങ്ങളിലേക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും കൊണ്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നു. നിരവധി തന്ത്രപ്രധാന കേന്ദ്രങ്ങളും കെട്ടിടങ്ങൾക്കും കേടുപാടുകളും. UAE-യിൽ 3 വിദേശ പൗരന്മാർ കൊല്ലപ്പെട്ടു. ഒരു പാകിസ്ഥാനിയും ബംഗ്ലാദേശുകാരനും നേപ്പാൾക്കാരനും. ഖത്തറിൽ ഒരാൾ കൊല്ലപ്പെട്ടു. സൗദി, മസ്കറ്റ്, ഒമാൻ, ജോർദാൻ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രത്തിലേക്കും UAE-യിലേക്കും ആക്രമണങ്ങൾ. ഇറാൻ ഇസ്രായേലിലെ ജെറുസലേമിലേക്ക് നടത്തിയ ആക്രമണത്തിൽ 2 സ്ത്രീകൾ കൊല്ലപ്പെടുകയും 200ഓളം സ്ത്രീകൾക്ക് പരിക്കും, 10ഓളം പേർ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ വിമാന സർവീസുകൾ റദ്ദാക്കി. 400-ൽ കൂടുതൽ വിമാന സർവീസുകൾ ആദ്യ ദിനം റദ്ദാക്കുകയും 2ാം ദിനവും സർവീസ് തടസ്സം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ യോഗം ചേരുകയും അബുദാബി ഷെയ്ഖ്
അൽ നഹ്യാനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും UAE-യിലേക്കുള്ള ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്